ഹലോ ഡിയേഴ്സ്, ഞാനൊരു ചെറിയ കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഹെൽത്ത് ബേബിക്ക് വേണ്ടി മേടിച്ച ഒരു സ്കൂൾ ലേബൽ കിറ്റിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർ വീഡിയോ ആദ്യം പോയി കണ്ടിട്ട് വരിക, എന്നിട്ട് ബാക്കി കാണുക. ഓക്കെ, അപ്പോൾ ആ വീഡിയോയിൽ കുറേ പേര് മെസ്സേജസിനോട് അതിൽ കാണിച്ച രണ്ട് സ്റ്റിക്കറിനെ പറ്റിയുള്ള ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് വാട്ടർ പ്രൂഫിന്റെ ഒരു സ്റ്റിക്കർ ആയിരുന്നു. നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു അതിൽ. അതാണ് ഞാനിപ്പോ കാണിച്ചു തരാം. ഹെനി ബേബിക്ക് ഇത് ഒട്ടിക്കുന്ന മെത്തേഡ് ആ വീഡിയോയിലുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഒട്ടിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഇതായിരുന്നു ആ സ്റ്റിക്കർ എന്ന് പറയുന്നത്. ഇതിപ്പോ ഞാൻ ഒട്ടിച്ചിട്ട് 3 ദിവസം കഴുകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഒന്നും പോയിട്ടൊന്നുമില്ല. എല്ലാം ഡൗട്ട് അതായിരുന്നു, ഇത് വെള്ളം ഒഴിച്ചാൽ പോകുന്നുള്ളത്. ഞാനിപ്പോ ഇത് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം ആദ്യം. അപ്പൊ ഇതാണ് സ്റ്റിക്കർ. നമ്മുടെ കൈ കൊണ്ടൊന്നും തൊടുമ്പോഴും ഇളക്കുമ്പോഴും ഒന്നും ഇളകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 ദിവസം കഴുകിയതാണ്. നമ്മൾ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യാണ്. വെള്ളം ഒഴിച്ചു വാഷ് ചെയ്തു. കൈ കൊണ്ട് ഞാൻ ഉരയ്ക്കുന്നുണ്ട്, പോയിട്ടില്ല. ഓക്കാണ്. രണ്ടാമതായിട്ട് നമുക്ക് വന്ന എൻക്വയറി എന്ന് പറയുന്നത് ഇതിനെ പറ്റിയാണ്. ഇത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇത് ലഞ്ച് ടവലിൽ ഒട്ടിക്കുന്ന ലേബലാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഒട്ടിച്ച സാധനമാണ്. 2 കാര്യങ്ങളാണ് വന്നത്. ഇത് ഇളകി പോവോ, ഇത് എങ്ങനെയാണ് ഒട്ടിക്കുന്നത് എന്നുള്ളത്. ഇത് ആദ്യം ഞാൻ വാഷ് ചെയ്ത് കാണിച്ചു തരാം, ഇത് പോകില്ല എന്നുള്ളത്. ഇത് ഞാൻ വെള്ളം ഒഴിക്കുവാണ്, ഉരച്ച് കഴുകുവാണേ. ഉരച്ച് പിഴിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. ലേബലിനൊന്നും സംഭവിച്ചിട്ടില്ല, പക്കയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇതാണ് അതിൽ ലഞ്ച് ടവലിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നിരിക്കുന്ന സ്റ്റിക്കർ എന്ന് പറയുന്നത്. ഇത് ഞാൻ ഒട്ടിച്ചിട്ടില്ല. ഹെനി ബേബിയുടെ ഈ ടവലിൽ നമ്മൾ ലേബൽ ചെയ്തിട്ടില്ല. അപ്പൊ ഞാനത് ചെയ്യാൻ പോവാണ്. ഇത് മുറിക്കാത്ത ടവലാണ് കേട്ടോ, അതാണ് ഇത്ര നീളം. നമ്മൾ ഇസ്തിരിപ്പെട്ടി ഓൾറെഡി ചൂടാക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇസ്തിരിപ്പെട്ടി നല്ല ചൂടായിട്ട് ഇരിപ്പുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇതിന്റെ പുറത്ത് വെക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുക. ഇതിന്റെ പുറത്തായിട്ടൊരു കവർ വരുന്നുണ്ട്. അതൊക്കെ കവറിനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കും. അപ്പൊ ഇത് ഭയങ്കര ചൂടാണ് കേട്ടോ. ഞാൻ അതിന് പുറത്ത് തൊട്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് ചൂട് തണുത്തതിന് ശേഷം മാത്രം അതിന്റെ പുറത്ത് തൊടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അത് ലേബൽ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.